എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് കേരള പി സി നടത്തിയ LGS എക്സാമിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിലെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരെന്നാണ് ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക, ദിവ്യ ദേശ്മുഖ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഇറ്റലി എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, സ്വത്ത് സമ്പാദത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 24 എന്നാണ് ഉത്തരമായിട്ട് വരിക. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്നത് ഏത് കോടതിയാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ന് പറയുന്ന മൂന്നാമത്തതാണ് ശരിയായിട്ട് വരിക. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, മമ്മൂട്ടിയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട എന്നതാണ് ഉത്തരമായിട്ട് വരിക. അടുത്തായിട്ട് പരിചയപ്പെടുന്ന 9ാമത്തെ ചോദ്യം, കേരളത്തിൽ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് 2018 എന്നതാണ്. റാംകോ ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി, സുമതി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി എന്നാണ്. ഓപ്ഷൻ സി, ഗഗൻയാൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നതാണ് ഉത്തരമായിട്ട് വരിക. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരെന്നാണ് നമ്മുടെ ചോദ്യം. മനു ഭാക്കർ എന്ന ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, കൊൽക്കത്ത എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന എവിടെ നിന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി, കാരക്കോറം എന്നതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിന്റ് ആണ്. ഇതെല്ലാം എന്താണ്, ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുണ്ട് എന്നത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ശരിയായിട്ടുള്ളതാണ്. അതേസമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ വക്രാനങ്കൽ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെ 2ഉം 4ഉമാണ് നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത്. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ എന്നാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ആ ഒരു 244 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. 18ാമത്തെ ചോദ്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായി ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, അത് ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ അത് രാജ്യസഭയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. അപ്പോൾ 2ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 20ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏതെന്നാണ് 21ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, IUCN എന്നതാണ് ഉത്തരമായിട്ട് വരിക.
2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്നാണ്. ഇത് എത്രയോ പരീക്ഷയിൽ, ഈ അടുത്ത നടന്ന പരീക്ഷയിൽ പോലും റിപ്പീറ്റായി ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ബി സൗദി അറേബ്യ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് എന്നതാണ് 24ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക എന്നാണ്. എത്രയോ തവണ റിപ്പീറ്റായി ചോദിച്ച ചോദ്യമാണ്. സോഡിയം ക്ലോറൈഡ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പോർട്ടൽ സിര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഉത്തരം എന്ന് പറയുന്നത് 2ഉം 4ഉം എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, അതേപോലെ തന്നെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് 2ഉം 4ഉമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. നിലമ്പൂർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ എംപോക്സ് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ആസാം എന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നാഗാലാൻഡ് എന്നതാണ് 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യത്തിലേക്ക്, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. കർസാപ്പ് എന്നാണ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക പ്ലാസ്മോഡെസ്മേറ്റ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക നെക്ലേറിയ ഫലേറിയ എന്നതാണ് ഉത്തരമായിട്ട് വരിക. എന്താണ്? നെക്ലേറിയ ഫൗലേറിയ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമൃതം എന്നതാണ് ഉത്തരമായിട്ട് വരിക. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്ഥലം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. പ്ലൂറ എന്നതാണ് ഉത്തരമായിട്ട് വരിക. 2023 രസതന്ത്ര നോബൽ സമ്മാനം ആർക്കായി എത്ര പേർക്ക് ലഭിച്ചു എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 പേർക്ക് ആണ് എന്നാണ് ഉത്തരം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. കരൾ എന്നാണ് ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി മലമ്പനി എന്നാണ്. ഇനി അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഫൈബ്രിനോജൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. പരിചയപ്പെടുന്ന 40ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. EG എന്നതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറയുന്ന ആരുടെ പ്രസ്താവനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. നമ്മൾ ഇന്നലെ ഒരു SCERT ചാപ്റ്റർ പരിചയപ്പെടുത്തിയിരുന്നു. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ എക്സാമിനും LGS ചോദിക്കുകയായിരുന്നു. അതിൽ ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ മാർക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവന ശരി ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 42ാം ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഒന്ന് മാത്രം ശരി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കളായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും എന്നാണ്. ബീഗം അസദ് മുഗലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ലക്നൗ കേന്ദ്രീകരിച്ചാണ്. പിന്നെ ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അവിടെ ആര് വരണം? ബീഗം ഹസ്രത്ത് മുഗൽ വരണം. ഫൈസാബാദിൽ ആര് വരണം? മൗലവി അഹമ്മദുള്ളയും വരണം. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണെന്നാണ് നമ്മൾ ചോദ്യം. ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സമൂഹവും വിദ്യാഭ്യാസപരമായി പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനമാണ്. ഇതൊക്കെ PSC റിപ്പീറ്റായി എപ്പോഴും ചോദിക്കുന്നതാണ്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദി. നമുക്ക് എപ്പോഴും അറിയാവുന്ന 2 പത്രങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശമാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി പോർച്ചുഗൽ എന്നാണ് ഉത്തരമായിട്ട് വരിക. ഉത്തരമായിട്ട് വരേണ്ടത് പോർച്ചുഗലാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നമ്മൾ ഗോൾഡ് എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കുമായിരുന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ്. 47ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകിടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട്. 1ഉം 2ഉം എന്നതാണ്. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഭാഗമാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. അത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ഇനി മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഈ പറയുന്ന രാത്രി നിശാന്തതയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ്. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക, നാളികേരമാണ്. ഇനി അടുത്തത് 51ാമത്തെ ചോദ്യം. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. അതായത് വരാഹമിഹിരൻ എന്ന് പറയുന്നത് ലഘു ജാതകം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി. കാളിദാസനുമായി ബന്ധപ്പെട്ട കൃതിയാണ് വിക്രമോർവശീയം എന്നത്. വിശാഖദത്തനുമായി ബന്ധപ്പെട്ട കൃതിയാണ് മുദ്രരാക്ഷസം എന്നത്. ശുദ്രകൻ എന്നതുമായി ബന്ധപ്പെട്ട കൃതിയാണ് ഇവിടെ നൽകിയിരിക്കുന്ന മൃജകടികം എന്ന് പറയുന്നത്. ഇത് SCRT കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നമ്മൾ സിലബസിൽ ഇല്ല എന്ന രീതിയിൽ ചിലപ്പോൾ മാറ്റിവെച്ചിട്ടുള്ള ഒരു അധ്യായമായിരിക്കും. ഇനി അടുത്ത കൃത്രിമ ഉപകരണം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV-C 57 എന്ന് പറയുന്നതാണ്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇനി അടുത്തായിട്ട് സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അഗസ്ത് കോന്തെ എന്നതാണ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ രാജ്യം ഏതാണെന്ന് നമുക്കറിയാം, നമ്മുടെ അർജന്റീനയാണ്. അത് ഏത് ഭൂഖണ്ഡമാണെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയാണ്. ഇനി അടുത്തത് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ്. 2023 എന്തിൻ്റെ ആ ഒരു തീമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മണ്ണ് ദിനത്തിൻ്റെയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. രാസോർജ്ജം എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്ര എന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സിന് ഇടയിലാണ്. അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എല്ലാം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 58ാം ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. അതായത് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ള ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഇത് ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷ ചോദിച്ച ചോദ്യം അതേപോലെ ഇങ്ങോട്ടെടുത്ത് ചോദിച്ചിരിക്കുക. നമ്മുടെ LD ലെവൽ പരീക്ഷയിലാണെന്ന് തോന്നുന്നു ആ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. രണ്ട് മാത്രം ശരി എന്നതാണ് ഉത്തരമായിട്ട് വരിക. അതായത് ഓപ്ഷനും അതുപോലെ തന്നെയാണ് നൽകിയത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂകരണം, അതുപോലെ തന്നെ വരൾച്ചാ പ്രതിരോധം എന്നതാണ്. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുരിശ കലാപത്തിന്റെ കാരണം. അവിടെ വർഷം തെറ്റായിട്ടാണ് ഇവിടുത്തെ 1812 എന്നാണ് വരേണ്ടത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ് കാരണമായിട്ട് പറയും. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1, 2, 3 ശരിയെന്നാണ്. ഇനി ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. പാലക്കാട് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം എന്നാണ്. ഓപ്ഷൻ എ ആണ്. വൈക്കം സത്യാഗ്രഹമാണ്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. കോലത്തുനാട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 66ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര എന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണെന്നാണ് അടുത്ത ചോദ്യം. ശതമാനാടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ്. വയനാടാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല വെച്ചാൽ ആലപ്പുഴ ജില്ലയാണ്. F ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ശാസ്താംകോട്ട എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് പോകാം. സിംഹവാലൻ കുരങ്ങൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈലന്റ് വാലിയാണ്. സി എന്ന് പറയുന്ന ഒന്നുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. വരയാട് നമുക്കറിയാം ഇരവികുളമാണ്. അതായത് ഡി എന്ന് പറയുന്നത് രണ്ടുമായിട്ട് ബന്ധിപ്പിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സി 1ഉം ഡി 2ഉം. അപ്പോൾ ഇവ നമ്മുടെ കൈവശമുള്ളത് സിയും ഡിയുമാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. പിന്നെ ഉള്ളത് ചാമ്പൽ മലയാളാനുമുണ്ട്, റീഡ് തവളകളുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് റീഡ് തവളകളാണ്. അത് നമുക്കറിയാം കക്കയുമായി ബന്ധപ്പെട്ടതാണ്. ചാമ്പൽ മലയാളാൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചാമ്പൽ മലയാളാൻ എന്നാണ് ഇവിടെ ബിയിൽ തന്നിരിക്കുന്നത്. ആ ബി എന്ന് പറയുന്നത് 3ഉമായിട്ട് ചിന്നാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക നിയമ നിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ആണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം.
ഇവിടെ നമ്മുടെ ഈ 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക 1ഉം 3ഉം എന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കുന്നതാണ്. 1 എന്ന് പറയുന്നത് ഏതാണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച. അതോടൊപ്പം തന്നെ 3 എന്താണ്? സ്വാശ്രയത്വം. അത് നമ്മൾ കൃത്യമായിട്ട് SCERT-യിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോളം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ഏതെല്ലാം? സൈനിക നടപടി, ലയനക്കര, അനുരഞ്ജനം എന്നിങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി എന്ന് വരിക. കമ്മീഷന്റെ ശുപാർശ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. അവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം എന്നതാണ് ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്നത് ഏതാണെന്നാണ്. ശുപാർശകൾ താഴെ പറയുന്നത് ഏതാണ്? 10, 2, 3 ആ ഒരു മാതൃക പറഞ്ഞു. പിന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതൊക്കെ SCERT കൃത്യമായിട്ട് ഒരു കോളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ചോദിച്ച ഒരു ഇത് തന്നെയാണ്. ഇതേ പോയിന്റുകൾ തന്നെ എടുത്ത് ചോദിക്കുകയുണ്ടായിരുന്നു. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ നിന്ന് എടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണെന്നാണ് അടുത്ത ചോദ്യമായിട്ട് തന്നത്. ഇരുമ്പ് എന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഗോദാവരി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച് 2003 കാര്യം ഓർത്തിരിക്കുക. ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്ര എന്നാണ് ചോദ്യം. 3.28 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നാണ്? ഇന്ദിരാഗാന്ധി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ 81ാമത്തെ ചോദ്യത്തിന്റെ മാത്സിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 47 ആണ് ഉത്തരമായിട്ട് വരിക. 82ാം ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 83ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 84ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 85ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. 85ാമത്തെ ചോദ്യം 85 ഓപ്ഷൻ ഡി ആണ്. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 88ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല. 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. 90ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 90ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 91ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 92ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. ഇനി 93ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 95ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 96ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 97ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. 99ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 100ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളോട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അത്യാവശ്യം നിലവാരമുള്ള ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SCERT ടെസ്റ്റുകളിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഒപ്പം 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു ചോദ്യപേപ്പറിനെ വിലയിരുത്തിക്കൊണ്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഒരു പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കുന്ന കറണ്ട് അഫയേഴ്സ് വലിയ ഒരു ഇത് തന്നെയായിരിക്കും ഉണ്ടാകുക. കാരണം ബാക്കി ഭാഗങ്ങളൊക്കെ ചിലപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കാതെ പോയ ഒരാൾക്ക് ആ ഒരു മാർക്ക് കിട്ടണമെന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കണം. 10th പ്രിലിംസിനാണെങ്കിലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങൾക്കാണെങ്കിലും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.